ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു മലബാർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ജീരസാര റൈസ് കഴുകി വൃത്തിയാക്കുക. 1.5 കപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ഒരു 3 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവാണ് പറയുന്നത്. കുക്കറിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നെയ്യും കഴുകി വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. 1.5 കപ്പ് അരിക്ക് ഏകദേശം 3 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ഇവ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആ തിളപ്പിച്ച വെള്ളം റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു കൊടുക്കുക. അടച്ചിട്ട് ഏകദേശം ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് വെക്കുന്നത്, അതുകൊണ്ട് 1000 ലിറ്ററിൽ ഇട്ടിട്ട് ഒരു വിസിലിന് ശേഷം ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല വരട്ടി കൊടുത്താലോ. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. മസാലയ്ക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിന, മല്ലിയില, അതേപോലെ ഉള്ളിയും തക്കാളിയും കൂടെ പാകത്തിന് അരിഞ്ഞ് വെക്കുക. അതിനുശേഷം ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് ഇളക്കിക്കൊണ്ടിരിക്കാൻ വേണം കേട്ടോ. ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്ത് അത് മാറ്റി വെക്കുക. ഒരു മെറൂൺ കളറായതിന് ശേഷം അത് മാറ്റി വെക്കുക. നമ്മൾ 2 തവണയായിട്ടാണ് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തവണ തന്നെ ആയിട്ടില്ല, അതുകൊണ്ട് 2ാമത്തെ തവണയുള്ളതും മാറ്റി വെച്ചു. നമ്മൾ ആ എണ്ണയിൽ തന്നെ കിസ്മിസും കാഷ്യൂനട്ടും കൂടെ വറുത്ത് കോരി മാറ്റുകയാണ് ചെയ്തത്. ആ എണ്ണയിൽ തന്നെയാണ് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ആ എണ്ണയിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ പൊരിച്ചെടുക്കുക. നന്നായി മൊരിഞ്ഞതിന് ശേഷം അത് മാറ്റി വെക്കണം. മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കൈകൊണ്ട് പൊടിച്ചിട്ട് 3/4 ഭാഗത്തോളം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് ഇടുക. ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് അത് അടച്ചു വെക്കുക. തുറന്നിട്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അതും ഒന്ന് ഇളക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് തുറന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിലേക്ക് മസാല ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നാരങ്ങേൻ്റെ നീര് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തതിന് പക്ഷേ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുക. ശേഷം ഓഫ് ചെയ്യുക. പിന്നീട് നമ്മൾ ദം ഇടുകയും ചെയ്യുന്നത് കുക്കറിലാണ് ചെയ്യുന്നത്. നെയ്യ് ഒഴിക്കുക, അരി ഇടുക, മസാല ഇടുക, അങ്ങനെ ലെയറായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.
ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അതേപോലെ കാഷ്യൂനട്ടും കിസ്മിസും മല്ലിയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളെ ബിരിയാണീൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളെ ബിരിയാണി റെഡി.